വടക്കൻ മേഖലാ ജാഥയുടെ വിവരങ്ങളുമായി മേഘാ മാധവൻ കൂടി ചേരുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന LDF വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ കോഴിക്കോട് ജില്ലയിലാണ് ഇപ്പോൾ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മേഘ, ഇന്ന് രാവിലെ കൊയിലാണ്ടിയിലായിരുന്നല്ലേ ജാഥയുടെ ആദ്യ സ്വീകരണം? മറ്റു സ്വീകരണ കേന്ദ്രങ്ങൾ ഇന്ന് എവിടെയൊക്കെയാണ് ജില്ലയിൽ? മനു, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ കൊയിലാണ്ടിയിലാണ് ആദ്യ സ്വീകരണം ഏറ്റുവാങ്ങിയത്. കൊയിലാണ്ടി പോസ്റ്റ് ഓഫീസിന് സമീപത്ത് നിന്ന് കാനത്തിൽ ജമീല നഗറിലേക്കാണ് ജാഥ എത്തിയത്. വലിയ സ്വീകരണം, 10,000ങ്ങളാണ് ഈ സ്വീകരണ കേന്ദ്രത്തിൽ ഗോവിന്ദൻ മാസ്റ്ററെ കേൾക്കാനും അദ്ദേഹത്തെ കാണാനും ഒക്കെ തന്നെയും 10,000ങ്ങളാണ് തടിച്ചുകൂടിയത്. നിലവിൽ കേരള രാഷ്ട്രീയത്തിലെ എല്ലാ വിഷയങ്ങളും അദ്ദേഹം കൃത്യമായി തന്നെ തൻ്റെ സംസാരത്തിൽ പ്രതിപാദിച്ചു. അതിനൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷ കാലയളവിൽ എന്തെല്ലാം വികസന നേട്ടങ്ങൾ LDF മുൻപോട്ട് വെച്ചു, അതൊക്കെ തന്നെയും അത് കൃത്യമായി തന്നെ ആളുകളോട് സംവദിക്കുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ. രാവിലെ 10 മണിക്കായിരുന്നു പരിപാടി. ഏകദേശം 11 മണിയോട് കൃത്യമായി പരിപാടി ആരംഭിച്ചു. അപ്പോൾ മുതൽ വലിയ ജനക്കൂട്ടം തന്നെയാണ്. ഒരു വിഭാഗം മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ചിലർ നടത്തുന്ന അപവാദ പ്രചാരണങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ആൾക്കൂട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോവിന്ദൻ മാസ്റ്റർ തന്റെ സംസാരം ആരംഭിച്ചത്. ഏതായാലും നിരവധി പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചർച്ചയായി വരുന്ന എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. അതിനൊപ്പം തന്നെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും കോൺഗ്രസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും അവസാനം വെക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. തുരങ്കപാത വേണ്ട എന്ന് പറയാൻ ഈ സാഹചര്യത്തിൽ VD സതീശൻ തയ്യാറുണ്ടോ, കിഫ്ബി വേണ്ട എന്ന് പറയാൻ VD സതീശൻ തയ്യാറുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ തന്നെയും ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചു. ഏതായാലും ജാഥ സ്വീകരണം ഏറ്റുവാങ്ങി കൊയിലാണ്ടിയിൽ നിന്നും മടങ്ങിയിരിക്കുന്നു. ഇനി 3 മണിക്ക് എലത്തൂർ സ്വീകരണം ചേളന്നൂരിലും, അതിനു പിന്നാലെ കുന്നമംഗലം മണ്ഡലത്തിലെ സ്വീകരണം പൂവാട്ടുപറമ്പിലും, കോഴിക്കോട് നോർത്ത് സൗത്ത് മണ്ഡലത്തിലെ സ്വീകരണം മുതലക്കുളത്തും ഇന്ന് ജാഥ ഏറ്റുവാങ്ങും. മനു.